വീട്ടിലെ ജീവിതം സീതയ്ക്ക് മടുപ്പ് സൃഷ്ടിച്ചു കൊണ്ടേയിരുന്നു. ആരെയും കാണാനും സംസാരിക്കാനുമുള്ള മനസ്സ് കൈമോശം വന്നതുപോലെ അവൾക്ക് തോന്നി. എപ്പോഴും ചിന്ത തന്നെ. അവളുടെ മാറ്റം കണ്ട് അവളുടെ സുജിയപ്പ വളരെയധികം വ്യസനിച്ചു. അവളെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് അയക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള തിരക്കിലായിരുന്നു അവരും ഭർത്താവും. ആലപ്പുഴയ്ക്കടുത്ത ജോലി മാറ്റം കിട്ടാനായി പലരെയും കണ്ട് അഭ്യർത്ഥനയും നടത്തി കാത്തിരിക്കുകയായിരുന്നു. അതേസമയം സീതയ്ക്ക് തിരുവനന്തപുരത്തേക്ക് മടങ്ങാനുള്ള താല്പര്യം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്വപ്നത്തിലേക്കുള്ള യാത്ര. അത് എങ്ങനെ സാധ്യമാകാനാണ്? അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. മനസ്സ് ശാന്തമാക്കാൻ പുറത്തേക്കൊന്നിറങ്ങിയാലോ? പക്ഷേ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ പുറത്തേക്കിറങ്ങാൻ ഒട്ടും താല്പര്യവുമില്ല. എങ്കിൽ അമ്പലത്തിൽ പോകാം. ഒറ്റയ്ക്കായെന്ന തോന്നൽ വന്നു മൂടുമ്പോഴൊക്കെ അവൾ അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാറുള്ളതായിരുന്നു. എന്നിപ്പോൾ വർഷം എത്ര കടന്നിരിക്കുന്നു, അമ്പലത്തേക്കുള്ള വഴി പോലും മറന്നു പോയിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. താൻ ഒരുപാട് മാറിപ്പോയതായി അവൾക്ക് തോന്നി.